ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ സത്മാതൃകയുടെ ആത്മീയത ധ്യാനിക്കാം. ലൂക്കാ സുവിശേഷം 17-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളിൽ ക്രിസ്തു നമ്മെ ഓർപ്പെടുത്തുന്നത് നമ്മൾ സൽപ്രവൃത്തികളിൽ എപ്പോഴും ജാഗ്രത പുലർത്തുവാനാണ്. ദുഷ്പ്രേരണ ആർക്കും നൽകാതിരിക്കാൻ നമ്മളെപ്പോഴും പരിശ്രമിക്കണം. അതിനുള്ള സാധ്യത വീണുപോകുവാൻ, ദുർമാതൃകയാകുവാൻ, മറ്റുള്ളവർക്ക് ഉതപ്പായി പോകുവാൻ സാധ്യതകളേറെയാണ്. എങ്കിലും ആരും അവരിന് ദുർമാതൃകയാകരുത് എന്ന് യേശു പറയുന്നു. അപ്രകാരമാകുന്നവൻ അവന് ദുരിതമെന്നാണ് പറയുക. ചെറിയവരിൽ, കുഞ്ഞുങ്ങളിൽ നമ്മൾ ദുർമാതൃക നൽകുമ്പോൾ യേശു പറയുന്നു, അവൻ അപ്രകാരം ചെയ്യുന്നതിനേക്കാൾ നല്ലത് കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നോക്കൂ, ഭൂമിയിൽ ഒരു മനുഷ്യന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണത്. അവൻ്റെ മൃതശരീരം പോലും ലോകം കാണുവാനോ ആദരിക്കുവാനോ പാടില്ല എന്ന് ക്രിസ്തു ശാഠ്യം പിടിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക്, ചെറിയവർക്ക് ദുർമാതൃക നൽകുന്നത് അത്രമാത്രം ഹീനകൃത്യമായിട്ടാണ് ക്രിസ്തു കാണുക. വിവേകവും വിജ്ഞാനവും അറിവുള്ള നമ്മൾ ഏറ്റവും നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളിൽ തിന്മയ്ക്ക് പ്രേരണമാവുകയോ അവരെ പാപത്തിന് പ്രേരിപ്പിക്കുകയോ ചെയ്യുമ്പോൾ വലിയ മാരകമായ തിന്മ നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമല്ല, നാം സമൂഹത്തിൽ ജീവിക്കുവാൻ കൊള്ളാത്തവരായി മാറുകയും ചെയ്യും. നാം ശ്രദ്ധയോടുകൂടിയാണ് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത്. യേശു പറയുന്നു, നിങ്ങൾ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ഉടനെ ക്ഷമിക്കുവാനും മാപ്പ് നൽകുവാനും ഒരുക്കമുള്ളവരായിരിക്കുക. ദിവസത്തിൽ 7 പ്രാവശ്യം നിൻ്റെ സഹോദരൻ നിനക്കെതിരെ തെറ്റ് ചെയ്താലും അവൻ അനുതപിക്കുന്നുവെന്ന് പറഞ്ഞാൽ അവനോട് ക്ഷമിക്കുവാൻ യേശു പഠിപ്പിക്കുന്നു. അതെ, അനുതപിക്കുന്ന പാപിയോട് എപ്പോഴും കരുണ കാണിക്കുന്ന ക്രിസ്തു നമ്മെ നയിക്കുന്നത് ക്ഷമിക്കുന്ന സ്നേഹത്തിൻ്റെ ആത്മീയതയിലേക്കാണ്. നിൻ്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ നീ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ നീ അവന് നേടി എന്നാണ് പറയുക. അതെ, പശ്ചാത്താപത്തിൻ്റെ ആത്മീയതയിലേക്ക്, പാപം പാപമാണ് എന്ന ബോധ്യത്തിലേക്ക് സഹോദരങ്ങളെ വഴി നടത്താൻ നമുക്ക് ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമുണ്ടെന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. നാം മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കുകയോ അവരെ തിരുത്താതിരിക്കുകയോ ചെയ്താൽ അത് ദൈവ തിരുസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമായി കരുതപ്പെടും എന്ന് ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നു. ഈ പുണ്യഭൂമിയിൽ ജീവിക്കുന്നവരായി നമുക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുവാൻ വിശ്വാസത്തിൽ ആഴപ്പെടേണ്ടതുണ്ട്. യേശു ക്ഷമിക്കുന്ന കൃപയെക്കുറിച്ച്, നന്മയുടെ മഹത്വത്തെക്കുറിച്ച്, സത്മാതൃകയുടെ ആത്മീയതയെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്നത്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നാണ്. സത്യമാണ് പ്രിയരെ, നമ്മുടെ വിശ്വാസത്തിന് ആഴമുണ്ടെങ്കിൽ മാത്രമേ ഹൃദയപൂർവ്വം പൊറുക്കുവാനും മാപ്പ് നൽകുവാനും സൽപ്രവൃത്തിയിൽ ജീവിക്കുവാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. നാം ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നന്മ ചെയ്തും ഹൃദയപൂർവ്വം പുറത്തും ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുവാൻ വേണ്ട ആത്മാർത്ഥമായ പരിശ്രമം നമ്മളിൽ ഉണ്ടാകുമ്പോൾ എല്ലാ പാപപ്രേരണകളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ച് ദൈവത്തിൻ്റെ മനസ്സിനൊത്ത് ജീവിക്കുവാൻ നമ്മൾ യോഗ്യരായി തീരുക തന്നെ ചെയ്യും. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.